ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ ബാഡ് ഡെപ്റ്റ് എന്താണെന്നും അതിൻ്റെ അക്കൗണ്ടിങ് എൻട്രി എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം, കസ്റ്റമറുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ള പൈസ ബിസിനസ്സിന് കിട്ടാതിരിക്കലാണ് കിട്ടാക്കടം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്നത് ബിസിനസ്സിന് ലോസ് ആയിരിക്കും. കാരണം തരാനുള്ള പൈസ കസ്റ്റമർ തരുന്നില്ലെങ്കിൽ അത് ബിസിനസ്സിന് നഷ്ടമായിരിക്കും. അങ്ങനെ വരുമ്പം അത് ബിസിനസ് ബാഡ് ഡെപ്റ്റ് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജേർണൽ എൻട്രി എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ 3 കേസ് വരുന്നുണ്ട്. ഒന്നാമത്തതിൽ വെൻ ദ ഫുൾ എമൗണ്ട് ഈസ് ഇർറിക്കവറബിൾ, അതായത് കസ്റ്റമർ തരാനുള്ള പൈസ ഒന്നും അവർ തരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഫുൾ എമൗണ്ട് ബിസിനസ് കിട്ടാക്കടമായിട്ട് എഴുതുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ജേർണൽ എൻട്രി ആ ഫുൾ എത്ര പൈസയാണോ തരാനുള്ളത് അത് ബാഡ് ഡെപ്റ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. കൺസേൺഡ് പാർട്ടി, ഏത് പാർട്ടിയാണോ തരാനുള്ളത് ആ പാർട്ടിയുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പം ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സ് എന്നല്ല എഴുതേണ്ടത്, ആ പാർട്ടിയുടെ പേരാണ് എഴുതേണ്ടത്. ആരാണോ തരാനുള്ളത് ആ വ്യക്തിയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. എക്സാമ്പിൾ ഞാൻ ക്വസ്റ്റ്യൻ തരാത്തത് കൊണ്ടാണ് ഡെപ്റ്റേഴ്സ് ഇട്ടിട്ടുള്ളത്. അതായത് ഒരു എമൗണ്ടും കസ്റ്റമർ തരുന്നില്ലെങ്കിൽ. ഇനി ചില കേസിൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ പൈസ തരാനുള്ള ആൾ. ചില കേസിൽ രണ്ടാമത്തെ കേസ് പറഞ്ഞത് വെൻ എ പാർട്ട് ഓഫ് ദ ഡെപ്റ്റ് ഈസ് റിസീവ്ഡ് ആൻഡ് ബാലൻസ് ഈസ് ഇറിക്കവറബിൾ, അതായത് പൈസ തരാനുള്ള വ്യക്തി ചിലപ്പം കുറച്ച് പൈസ മാത്രം തരും, ബാക്കി പിന്നെ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ കുറച്ച് പൈസ കിട്ടി ബാക്കി കിട്ടുന്നില്ലെങ്കിൽ അത് ബിസിനസ് എഴുതി തള്ളുവാണെങ്കിൽ ജേർണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഇതിൽ വരുന്ന എമൗണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നതിൽ ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്ര പൈസയാണോ ആ ഡെപ്റ്റർ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്, കിട്ടിയ പൈസയാണ് ക്യാഷ് ഓർ ബാങ്കിൽ കാണിക്കേണ്ടത്. ഇവിടെ ബാഡ് ഡെപ്റ്റിൽ എന്ന് പറഞ്ഞാൽ കിട്ടാൻ സാധ്യതയില്ലാത്ത, അതായത് ബാക്കി ഇപ്പം ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് 1 lakh കിട്ടാനുണ്ടെങ്കിൽ അതിൽ 25,000 കിട്ടി, ബാക്കി 75,000 കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ 25,000 കിട്ടിയത് ക്യാഷ് ഓർ ബാങ്കിൽ ഡെബിറ്റ് ചെയ്യാം. കിട്ടാത്തത്, ഇനി കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് ബാഡ് ഡെപ്റ്റിൽ 75,000 ചെയ്യാം. ദെൻ ടു ഡെപ്റ്റേഴ്സ്, ആ പാർട്ടിയുടെ പേര്, ആ വ്യക്തിയുടെ പേര് ക്രെഡിറ്റ് ചെയ്യുക ഫുൾ എമൗണ്ട്. എക്സാമ്പിൾ ഇവിടെ 1 lakh പറഞ്ഞത്, ഈ ഡെപ്റ്റേഴ്സിൽ 1 lakh, ഇതിൽ 25,000, ഇനി 75,000. ഇനി മൂന്നാമത്തെ കേസ് പറഞ്ഞത് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. ഇത് പറയുന്നത് നമ്മൾ ബിസിനസ് ബാഡ് ഡെപ്റ്റായിട്ട് റൈറ്റ് ഓഫ് ചെയ്ത ചില കടങ്ങളുണ്ടായിരിക്കും. അതായത് കടം കിട്ടാനുള്ളത് കിട്ടില്ല എന്ന് ഉറപ്പ് വ്യക്തി ഇതുപോലെ ഒരു ജേർണൽ എൻട്രി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു ജേർണൽ എൻട്രി ബിസിനസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് കിട്ടില്ല, ചിലപ്പോൾ ആ പൈസ ചില കേസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ ബാഡ് ഡെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ബാഡ് ഡെപ്റ്റായിട്ട് റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജേർണൽ എൻട്രി അത് ബിസിനസ്സിനൊരു ഗെയിനാണ്. കാരണം മുന്നേ ഇത് ലോസ് ആണെങ്കിൽ അത് ലോസായിട്ട് അത് ട്രീറ്റ് ചെയ്തു, എന്നിട്ട് പിന്നെ അത് പ്രതീക്ഷിക്കാണ്ട് കിട്ടുമ്പം അത് ബിസിനസ്സിനൊരു ഗെയിൻ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന പൈസ, എത്ര പൈസയാണോ കിട്ടിയത് ആ കിട്ടിയ പൈസ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്. പിന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ പാർട്ടിയുടെ പേരല്ല, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അക്കൗണ്ടിലാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പം ബാഡ് ഡെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് കിട്ടാക്കടം പ്രതീക്ഷിക്കാതെ ബിസിനസ്സിന് തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജേർണൽ എൻട്രി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.